ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, ഉപായരൂപേണയുള്ള പ്രാർത്ഥനയിലെ അപകടങ്ങളെ നാം തിരിച്ചറിയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പ്രാർത്ഥന നല്ലതാണെങ്കിലും ഉപായരൂപേണയുള്ള പ്രാർത്ഥന നല്ലതല്ല എന്ന് മാത്രമല്ല, അതിന് ശിക്ഷാവിധി ഉറപ്പാണ്. മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തെ ആധാരമാക്കി ദൈവം നൽകിയ ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്പ്പാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. 13-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഉപായരൂപേണയുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ്. ഒന്നും കൂടെ വ്യക്തമാക്കിയാൽ, നാട്യമായിട്ടുള്ള കപടത നിറഞ്ഞ പ്രാർത്ഥനയാണ് 13-ാമത്തെ വാക്യത്തിനകത്ത് നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നത്. 13-ാമത്തെ വാക്യം നാം ഇപ്രകാരമാണ് കാണുന്നത്: കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം! നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു, നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടക്കുവാൻ സമ്മതിക്കുന്നതുമില്ല. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം! നിങ്ങൾ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായരൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾക്ക് കടുമയേറിയ ശിക്ഷാവിധി വരും. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ഉപായരൂപേണയുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഉപായരൂപേണയുള്ള പ്രാർത്ഥനയെക്കുറിച്ച് നാം തരംതിരിച്ചു പഠിക്കുമ്പോൾ ഈ 13-ാമത്തെ വാക്യത്തിൽ ഈ പ്രാർത്ഥനയെ 4ആയിട്ട് തരംതിരിച്ചു പഠിക്കുവാൻ നമുക്ക് കഴിയും. 1, ഈ പ്രാർത്ഥനക്കാരാരാണെന്നും, 2, എപ്രകാരമുള്ള പ്രാർത്ഥനയാണെന്നും, 3, ഈ പ്രാർത്ഥനയുടെ ലക്ഷ്യമെന്തെന്നും, 4, ഈ പ്രാർത്ഥനയുടെ അനന്തരഫലം എന്തെന്നും നമുക്ക് ഈ 13-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, ആരാണ് ഈ പ്രാർത്ഥനക്കാർ? ഈ പ്രാർത്ഥനക്കാർ കപടഭക്തിക്കാരായ ശാസ്ത്രിമാർ, പരീശന്മാരാണ്. ഒറ്റവാക്കി പറഞ്ഞാൽ കപടഭക്തിക്കാരാണ് ഈ പ്രാർത്ഥനക്കാരെന്നുള്ളത്. സ്തോത്രം. മറ്റ് ചില ഭാഷാന്തരങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ആത്മവഞ്ചകർ, അഭിനയക്കാർ എന്നൊക്കെയാണ്. അപ്പോൾ ആരാണ് ഇത്തരത്തിലുള്ള പ്രാർത്ഥനക്കാരെന്ന് ചോദിച്ചാൽ, ഭക്തിയുള്ളവരല്ല, കപടഭക്തി നിറഞ്ഞവരാണ്, ആത്മവഞ്ചകരാണ്, അഭിനയക്കാരാണ്. അപ്പോൾ ഇവിടെ ചിലരുടെ പേര് എടുത്തു പറഞ്ഞിരിക്കുന്നു. അവർ ശാസ്ത്രിമാരാണ്, പരീശന്മാരെന്നാണ്. എക്കാലത്തും ഇത്തരത്തിലുള്ള കപടഭക്തിക്കാരായ പ്രാർത്ഥനക്കാരുണ്ട്. നാം ആ പ്രാർത്ഥനക്കാരെ തിരിച്ചറിയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഇനി രണ്ടാമതായി, എപ്രകാരമുള്ള പ്രാർത്ഥനയാണ് ഇവർ നടത്തുന്നത്? ഇവർ പ്രാർത്ഥന ചുരുക്കമായിട്ടുള്ള പ്രാർത്ഥനയല്ല, ദീർഘമായിട്ടുള്ള പ്രാർത്ഥനയാണ് ഇത്തരക്കാർ നടത്തുന്നത്. മൂന്നാമത്, ഇവരുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. എന്താണ് ഇവരുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം? ഇവർ ചെയ്യുന്ന തെറ്റിനെ മറയ്ക്കുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ഇവരുടെ ലക്ഷ്യം. രണ്ടാമത്തത്, ഇവർ ദൈവസന്നിധിയിൽ ആരൊക്കെയോ ആണെന്ന് വരുത്തി തീർക്കുക, അല്ലെങ്കിൽ ജനത്തിന്റെ മുമ്പിൽ അത് വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഇവരുടെ രണ്ടാമത്തെ ലക്ഷ്യം. 1, ഇവർ ചെയ്യുന്ന തെറ്റിനെ മറയ്ക്കുക. 2, ഇവർ ദൈവസന്നിധിയിൽ ആരൊക്കെയാണെന്ന് ജനത്തിന് മുമ്പാകെ വരുത്തി തീർക്കുക എന്നുള്ളതായിരുന്നു. ഈ 13-ാമത്തെ വാക്യത്തിൻ്റെ അകത്ത് അവർ ചെയ്യുന്ന തെറ്റിനെ കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത് ചോദിച്ചാൽ, വിധവമാരുടെ വീട് വിഴുങ്ങുക എന്നതായിരുന്നു ഇവർ ചെയ്തിരുന്ന തെറ്റ്. ആ കാലഘട്ടം പരിശോധിക്കുമ്പോൾ വിധവമാരുടെ വീട് ഇവർ അപഹരിച്ചിരുന്നു. ദീർഘമായുള്ള പ്രാർത്ഥനയിലൂടെയും അനുകമ്പയിലൂടെയും ആ കൂട്ടർ പണം അധികമായി കൈപ്പറ്റുവാൻ ശ്രമിച്ചിരുന്നതായിട്ടെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ ഇവരുടെ ഈ പ്രാർത്ഥനയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇതായിരുന്നു. ഇനി 4-ാമത്തെ കാര്യം, ഈ പ്രാർത്ഥനയുടെ അനന്തരഫലമാണ്. സ്തോത്രം. എന്താണ് ഈ പ്രാർത്ഥനയുടെ അനന്തരഫലം എന്ന് പറയുന്നത്? 1, മറ്റുള്ളവരുടെ സ്വർഗരാജ്യ പ്രവേശനം ഇവർ അടച്ചു കളയുന്നു. രണ്ടാമതായിട്ട്, ഇത് ഹേതുവായി ഇവർക്ക് ശിക്ഷാവിധി വരുമെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ കപടത നിറഞ്ഞ പ്രാർത്ഥനയുടെ അനന്തരഫലങ്ങളിൽ രണ്ടാമത്തത്, ഇവർക്ക് ശിക്ഷാവിധി ഉറപ്പാണ്. ശിക്ഷാവിധി ഉറപ്പാന്ന് പറയുമ്പോൾ ഇവർക്കും സ്വർഗരാജ്യ പ്രവേശനം നടക്കുന്നില്ല എന്ന് ആ വാക്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ വചനഭാഗത്ത് നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇത്തരത്തിലുള്ള ഉപായത്തിലുള്ള പ്രാർത്ഥനക്കാർ ഇന്നും നമ്മുടെ ഇടയിലുണ്ട്. നാം ആ പ്രാർത്ഥനക്കാരെ തിരിച്ചറിയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അല്ലെങ്കിൽ നാം വലിയ അപകടങ്ങളിലേക്ക് നീങ്ങുവാനിടയായിത്തീരും. ഉപായ രൂപേണയുള്ള
കപടതകൾ നിറഞ്ഞ നാട്യമായിട്ടുള്ള പ്രാർത്ഥനക്കാരെ, ശുശ്രൂഷകക്കാരെ ഒക്കെയും നാം തിരിച്ചറിയേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ആവശ്യകതയാണ്. ഞാൻ പ്രിയമുള്ളവരോട് പറയട്ടെ, ഇപ്രകാരമുള്ള ഉപായരൂപേണയുള്ള ഒരു പ്രാർത്ഥനയാകരുത് നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥന ശരിയായ രീതിയിലുള്ള പ്രാർത്ഥനയായി നമ്മുടെ പ്രാർത്ഥനകൾ മാറണം. ഞാൻ ഈ ഭാഗത്ത് നിന്നുകൊണ്ട് മറ്റൊരു കാര്യം കൂടെ പറയട്ടെ. കേവലം ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയോ ഏതെങ്കിലും ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയോ ഏതെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയോ ആകരുത് നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥനകൾ ശരിയായ നിലയിലുള്ള പ്രാർത്ഥനകളാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തോട് സംസാരിക്കുന്നതും ദൈവശബ്ദം കേൾക്കുന്നതുമാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ. ദൈവമായിട്ടുള്ള ബന്ധം ദൃഢമാക്കുന്നതാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി കരേറ്റുന്നതാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ. ദൈവത്തിൽ നിന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ പ്രാപിക്കുന്നതാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ. നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുന്നതാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ. കേവലം ഒരു ഉപായ രൂപേണയുള്ള പ്രാർത്ഥനകൾ ആയി തീരാതെ, കാപട്യം നിറഞ്ഞ പ്രാർത്ഥനകളായി മാറാതെ, ശരിയായ നിലയിൽ പ്രാർത്ഥിച്ച് ദൈവമായിട്ടൊരു നല്ല ബന്ധത്തിൽ തുടരാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കേണ്ടതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും അങ്ങനെ ശരിയായുള്ള പ്രാർത്ഥനയിൽ നിന്ന് ഇത്തരത്തിലുള്ള കപടഭക്തിക്കാരായുള്ള അവരുടെ ഉപായ രൂപേണയുള്ള പ്രാർത്ഥനകളെ തിരിച്ചറിയുന്നതോടൊപ്പം ശരിയായ പ്രാർത്ഥനയിൽ തുടരാൻ, മുൻപോട്ട് പോകാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.